ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ജോർജിയയിൽ വന്നിരുന്നു, ടിബിലിസിയിൽ എത്തിയില്ലേ. അപ്പോൾ സ്ട്രൈക്കൊക്കെ കണ്ടിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ടാക്സി വിളിച്ചിരുന്നു. ടിബിലിസിന്ന് ഒരു 20 മിനിറ്റ് ട്രാവൽ ഉണ്ട് അങ്ങോട്ട്. നല്ല മഴയാണ് രാവിലെ. ജോർജിയനാണ് ആള്, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കുണ്ട്. ഹിന്ദി പാട്ടുകളൊക്കെയാണ് ഇഷ്ടം എന്നാ പറഞ്ഞത്. ഇന്ത്യക്കാരോടൊക്കെ വലിയ താല്പര്യമാണ്. ഇതാണ് ക്രോണിക്കിൾസ് ഓഫ് ജോർജിയ. അടിപൊളിയല്ലേ കാണാനായിട്ട്. പക്ഷേ ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും ഇപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല ഇതുവരെയായിട്ട്. 1985 തുടങ്ങിയതാണ്. ഇതെന്ന് വെച്ചാൽ 16 തൂണുകളുണ്ട് ഇതിന്. ഓരോ തൂണിലും ഇങ്ങനെ ഓരോ ശില്പങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. അതായത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ ഇത് ചെയ്തിട്ടുണ്ട്, കൊത്തു പണി പോലെ. 35 മീറ്ററാണ് ഈ ഒരു കല്ലിൻ്റെ ഹൈറ്റ് വരുന്നത്. പിന്നെ രാജാക്കന്മാരുടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് അതിൻ്റെ അകത്ത്. അതിൻ്റെ ചുറ്റും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ടിബിലിസിയുടെ കുറേ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു സൈഡിൽ കൂടെ ഒരു പുഴയൊക്കെ പോകുന്നുണ്ട്. അത് പുഴയല്ല, ശരിക്കും പറഞ്ഞാൽ അത് ആർട്ടിഫിഷ്യൽ പോണ്ടെന്നാണ് പറയുന്നത്. നല്ല ഷേലായിട്ടാണ് എന്താണേലും പണിതത്. ഇതെന്താണോ അവർ തീർക്കാണ്ട് പോയതെന്നറിയില്ല. അത് തീർത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിരുന്നു. പോണ വഴിക്ക് ഒരു സ്റ്റാച്ചു കണ്ടപ്പോഴത്തേനും അയാൾ വെറുതെ അതിൻ്റെ ചുറ്റും ഒന്ന് വട്ടം കറക്കി കാണിച്ചു തന്നു. ഈ ജോർജിയയിലെ മിക്ക ചർച്ചിനും ഒരേ ഷേപ്പാണ്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് 12 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും വൈകിട്ട് 7 മണിക്കും മാത്രമാണ് അത് വർക്കാക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. ഭയങ്കര തിരക്കാണ് ആ ഒരു സമയമാകുമ്പം. ആ റോഡിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ 12 മണിയാവാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ തുറക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുറത്തോട്ട് ഒരു പപ്പറ്റില്ലേ, പപ്പറ്റിനെ പോലെ ഇങ്ങനെ വന്ന് ആ ബെല്ലിങ്ങനെ അടിക്കും. ബെല്ലടിച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ താഴെയായിട്ട് ഒരു ഇതിങ്ങനെ പതുക്കെ തുറന്നു വരും. അതിൻ്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സൈക്കിളില്ലേ, അത് ഇങ്ങനെ കാണിക്കുകയാണ് അവരിങ്ങനെ. ഒരാളുടെ ജനനം, പിന്നെന്താ കല്യാണവും വാർദ്ധക്യവും പിന്നെ മരണം, ആ ഒരു ഇതിങ്ങനെ കാണിക്കും അതിൻ്റെ അകത്ത്. ഒന്നാണെങ്കിൽ മഴ ചാറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ടിബിലിസി ഫനിക്കുലർ കാണാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അത് നമ്മൾ ബസ് കയറിയിട്ട് പിന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്, അതിൻ്റെ ആ ഒരു റോഡ് വഴി വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്.
ഇതൊക്കെ അടഞ്ഞു കിടക്കുക. ഹായ്, നല്ല രസം അത് കാണാനായിട്ട്. ഇതിന്റെ കേബിള് കണ്ടോ? ഈ കേബിൾ കാറിന്റെ കേബിള് താഴത്തു കൂടിയാ. സാധാരണ കേബിളൊക്കെ മേള് വഴിയല്ലേ, അതിങ്ങനെ കുത്തനെ ഇറക്കത്തില്ല. നമ്മൾ ആദ്യമായിട്ടൊക്കെ കയറുമ്പോഴത്തേനും നമുക്കൊരു പേടി, വീഴാൻ പോകുന്ന പോലെ തോന്നും. മേളിലോട്ടും താഴത്തോട്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇടയ്ക്ക് ഒരു സ്റ്റോപ്പും ഉണ്ട്. ഇതിന്റെ ഒത്തിരി ഹൈറ്റില്ല. അപ്പൊ ഇതാണ് പനിക്കുളർ ഡാം. തിരിച്ച് ഞങ്ങൾ ടിബിലിസിയിലെത്തി. സിറ്റിയിൽ ഇതാണ് ടിബിലിസിയിലെ ഫ്രീഡം സ്ക്വയർ. പണ്ടത്തെ കാറുകളൊക്കെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. എന്തൊക്കെ തരത്തിലെ കാറുകളാണെന്നറിയോ? പിന്നെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേനും മഴ നിൽക്കുന്ന ലക്ഷണമൊന്നുമില്ല. ആദ്യം ഇവിടെ പോകണ്ടെന്ന് വിചാരിച്ചായിരുന്നു. മഴയുണ്ട്, നല്ല തണുപ്പുമാണ്. നമ്മൾ കാണുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നു ചാറ്റൽ മഴയാണെന്ന്, പക്ഷെ നല്ല തണുപ്പാണ്. പിന്നെ ഞങ്ങൾ മദർ ഓഫ് ജോർജിയ കാണാൻ വേണ്ടിയിട്ട് കേബിൾ കാർ എടുത്ത് അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ കേബിൾ കാർ എടുക്കുമ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നമ്മൾക്ക് ആ താഴത്തെ വ്യൂ കാണുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അതെ, ഈ നിൽക്കുന്നതാണ് മദർ ഓഫ് ജോർജിയ. നല്ല പൊക്കം. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 20 മീറ്ററാണ്. ഇത് പണിതേക്കുന്നതില്ല, അലൂമിനിയത്തില. എന്നാലും നല്ല അടിപൊളിയായിട്ടാണ് പണിതേക്കുന്നത്. 1958 പണിതത്. പോയപ്പോൾ ഞങ്ങൾ കേബിൾ കാർ എടുത്ത് പോയി. തിരിച്ചു വന്നപ്പോഴത്തേനും ഈ നമ്മുടെ ഈ സ്റ്റാച്യുവിൻ്റെ ശരിക്കുള്ള ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ താഴത്ത് നടന്നു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടൊക്കെ കാണാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് താഴത്തോട്ട് ഇറങ്ങിയത്. ഇത് ഞങ്ങൾ വൈകിട്ട് ആ സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോൾ കണ്ടതാണ്. കലാകാരന്മാരുടെ പലതരത്തിലുള്ള പ്രകടനങ്ങളൊക്കെ കണ്ടു നടന്ന് വരുന്ന വഴിക്ക്. അപ്പാപ്പനാണെങ്കിൽ നോക്കിക്ക് ഭയങ്കര മൈക്കിൾ ജാക്സണിനെക്കാളും ഭയങ്കര ഇതായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെട്രോ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു, അണ്ടർഗ്രൗണ്ട് മെട്രോ. അതെന്താന്ന് വെച്ചാൽ ഭയങ്കര താഴെയായി. ഈ എസ്കലേറ്ററിൽ നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ ഇറങ്ങി പോകും. 60 മീറ്റർ താഴെയാണിത്. ഇത് 1966 ഉണ്ടാക്കിയതാണ്.
അത് കാരണം ഇങ്ങനെ സൗണ്ടൊക്കെയാണ് നമ്മുടെയൊക്കെ ഇവിടുത്തെ മെട്രോയിലൊക്കെ ലേറ്റസ്റ്റ് ആയതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ലല്ലോ. ഇത് മെട്രോ കാർഡ് റീഡ് ചെയ്യുന്ന മെഷീന്. അതാണ് ഞങ്ങൾ തിബിലിസിയിൽ സിറ്റിയിലെടുത്ത ഹോട്ടൽ. അങ്ങനെ ജോർജിയ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് പോവാണ്. ജോർജിയനെ പറ്റി പറയുവാണെങ്കിൽ നല്ല സ്ഥലമാണ്. പക്ഷെ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ ബോംബെ ഒക്കെ പോലെ എപ്പോഴും റഷ്, കാറും അങ്ങനെ ഒച്ചയും ബഹളവും അങ്ങനെയൊക്കെ തോന്നി. പക്ഷെ കുറച്ചും കൂടെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങൾ പോകുമ്പോൾ നല്ല കാമാണ്. അതിൽ മെസ്റ്റിയ ഭയങ്കര, ഞങ്ങൾക്ക് മെസ്റ്റിയ, മാർട്ട് വില്ലി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. അപ്പോൾ ജോർജിയ വരുന്നവർ ആ സ്ഥലങ്ങൾ കുറച്ച് ദൂരെയാണെങ്കിലും എങ്ങനെയെങ്കിലും പോയി അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. ഇനി അടുത്ത രാജ്യത്തോട്ടുള്ള യാത്രയിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.